ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോറിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ കുറെ ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് അതിന്റെ ഓർഡറിൽ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. ഓക്കെ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ നമ്മൾ നേരത്തെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് കോറിലേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾ ആണ്. നമ്മൾ ആ റിലേഷൻഷിപ്പ് പഠിക്കുന്നത് എങ്ങനെയാണ്? ആക്ച്വൽ വാല്യൂ എത്രയാണോ അതിന്റെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിലേഷൻഷിപ്പ് ഏതിൽ പഠിച്ചത്? കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിൽ നമ്മൾ പഠിച്ചത്. ഇൻ ദി കേസ് ഓഫ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ഇറ്റ് മെഷേഴ്സ് ദി സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു റാങ്ക്ഡ് വാരിയബിൾസ്. നമ്മൾ വാല്യൂസിനെ എന്ത് ചെയ്യാണ്? റാങ്ക് ചെയ്യാണ്. ഇങ്ങനെ റാങ്ക് ചെയ്തിട്ട് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ആ റാങ്ക് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ഏത്? സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ഹിയർ ടു കാൽക്കുലേറ്റ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ വി യൂസ് ദി ഇക്വേഷൻ റാങ്ക് കോറിലേഷൻ R is equal to 1 minus 6 sigma d square divided by n cube minus n എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ D എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസസ് ഇൻ വാല്യൂ ഓഫ് ഈച്ച് പെയേഴ്സ് ഓഫ് റാങ്ക് ആണ്. ഇനി N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പെയേഴ്സ് ഓഫ് ഒബ്സർവേഷൻ ആണ്. ഇവിടെ നമ്മൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ 3 ഹെഡുകളിലായിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഒന്നാമത്തത് when the ranks are directly given. നമുക്ക് റാങ്കിനെ ഡയറക്ട്ലി തരുന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ എങ്ങനെയാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ഇനി when the values are given, നമുക്ക് തരുന്നത് എന്താണ്? വാല്യൂസ് ആണ് തരുന്നതെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? when value or rank is repeated, നമുക്ക് തരുന്ന വാല്യൂ അല്ലെങ്കിൽ റാങ്ക് എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 105 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെങ്കിൽ വീണ്ടും 105 എന്ന് പറയുന്ന ഒരു വാല്യൂ തരുന്നു. ഇപ്പൊ നമ്മൾ റാങ്ക് കൊടുക്കുമ്പോൾ റാങ്ക് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത്തരം കേസിൽ എങ്ങനെയാണ് റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ഇങ്ങനെയുള്ള 3 കേസിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കേസ്, അതായത് when the rank is directly given എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു പാർട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ റാങ്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നുള്ളത് നോക്കാം. അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഫ്രം ദി ഫോളോയിങ് റാങ്ക്സ്. റാങ്ക് ഓഫ് എക്സ് 4, 1, 5, 3, 8, 10, 2, 6, 9, 7. ഇനി റാങ്ക് ഓഫ് വൈ 7, 10, 4, 9, 3, 2, 8, 5, 1, 6. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? R is equal to 1 minus 6 into sigma d square divided by n cube minus n ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂസിനെ കോളം ബേസ് ചെയ്തുകൊണ്ട് വരച്ചുകൊണ്ട് ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തന്നത് എന്താണ്? റാങ്ക് ഓഫ് എക്സ് ആണ്. എക്സിന്റെ റാങ്ക് ആണ് തന്നത്. അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് RX എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ തന്നത് എന്താണ്? റാങ്ക് ഓഫ് വൈ ആണ്. അത് RY എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് ഡീവിയേഷൻ ആണ്. ദെൻ ലാസ്റ്റ് കോളത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡീവിയേഷൻ സ്ക്വയർ ആണ്. ഇത്രയുമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റാങ്ക് ഓഫ് എക്സിനെ നമ്മൾ എഴുതുന്നു 4, 1, 5, 3, 8, 10, 2, 6, 9, 7. ഓക്കെ, ഇനി റാങ്ക് ഓഫ് വൈ 7, 10, 4, 9, 3, 2, 8, 5, 1, 6. ഓക്കെ, ഇനി നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ കാണിക്കേണ്ടതാണ് ഡീവിയേഷൻ ആണ്. 4ഉം 7ഉം തമ്മിലുള്ള ഡീവിയേഷൻ എന്താണ്? -3 ആണ്. 4 - 7 എന്ന് പറഞ്ഞാൽ -3. ഇനി 1 - 10 എന്ന് പറഞ്ഞാൽ -9. 5 - 4 എന്ന് പറഞ്ഞാൽ 1. 3 - 9 എന്ന് പറഞ്ഞാൽ -6. ഇനി 8 - 3 എന്ന് പറയുന്നത് 5. 10 - 2 എന്ന് പറയുന്നത് 8. 2 - 8 എന്ന് പറയുന്നത് -6. 6 - 5 എന്ന് പറയുന്നത് 1. 9 - 1 എന്ന് പറയുന്നത് 8. ഇനി 7 - 6 എന്ന് പറയുന്നത് 1. ഇതേപോലെ നമ്മൾ ഡീവിയേഷൻസിനെ കൊടുക്കുന്നു. ഓരോന്നിന്റെ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ഡി സ്ക്വയർ ആണ്. -3 സ്ക്വയർ എന്താവും? 9 ആവും. മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ എന്താവും?
അത് പോസിറ്റീവ് ആകും. ഇപ്പൊ -3 സ്ക്വയർ 9. ഓക്കെ, ഇനി -9 സ്ക്വയർ എത്രയാണ്? 81. 1ന്റെ സ്ക്വയർ 1, -6ന്റെ സ്ക്വയർ എത്ര വരും? 36. 5ന്റെ സ്ക്വയർ 25, 8ന്റെ സ്ക്വയർ 64, -6ന്റെ സ്ക്വയർ 36, 1ന്റെ സ്ക്വയർ 1. ഇനി 8ന്റെ സ്ക്വയർ എത്ര വരും? 64, 1ന്റെ സ്ക്വയർ 1. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഈ സിഗ്മ ഡി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഡി സ്ക്വയറിന് എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. കിട്ടും 318 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? n ആണ്. n ഈസ് ഈക്വൽ ഇവിടെ എത്രയാണ്? 1 2 3 4 5 6 7 8 9 10. n ഈസ് ഈക്വൽ എന്താണ്? 10 ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം 1 മൈനസ് 6 ഇൻറ്റു സിഗ്മ ഡി സ്ക്വയർ എത്രയാണ്? സിഗ്മ ഡി സ്ക്വയർ 6 ഇൻറ്റു 318 ആണ്. 318 ആണ് വരുന്നത്. ഡിവൈഡ് ബൈ n ക്യൂബ്. n എന്ന് പറയുന്നത് 10 ആണ്. 10 ക്യൂബ് മൈനസ് 10. ഓക്കെ, ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇവിടെ 6 ഇൻറ്റു 318 കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര കിട്ടും? 1908 എന്ന് കിട്ടും. ഇനി 10 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ്. -10. ഇപ്പൊ ഇവിടെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു 1 മൈനസ് 1908 ഡിവൈഡ് ബൈ 990 എന്ന് കിട്ടും. അതായത് ഇവിടെ എന്ത് വരും? 1 മൈനസ് 1908 ഡിവൈഡ് ബൈ 990 കണ്ടു കഴിഞ്ഞാൽ 1.927 എന്ന് കിട്ടും. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? -0.927 എന്ന് ആൻസർ കിട്ടും. ഇപ്പൊ -927 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.927 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദർ ഇസ് എ ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ്. ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ. ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ നമ്മുടെ ഫസ്റ്റ് പറഞ്ഞൊരു ടേബിൾ ഉണ്ടായിരുന്നു ഈ ഒരു കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. -0.75 മുതൽ -1 വരെ ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 0.927 ആണ്. -0.927 ആണ് ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് റാങ്ക് ഡയറക്ട്ലി നമുക്ക് ക്വസ്റ്റനിൽ തന്നു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.